തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംവാദം സംഘടിപ്പിച്ചു. LDF കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംവാദം സംഘടിപ്പിച്ചത്. CPIM മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് സംവാദത്തിൽ പങ്കെടുത്തു. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MS താരയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് സംവാദം സംഘടിപ്പിച്ചത്. ആധിപത്യവും അടിമത്വവും അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുക തുടങ്ങിയ അവരുടെ രാഷ്ട്രീയ താല്പര്യം നടത്തുവാനാണ് അവർ ഭരണഘടനാദത്തമായി നമ്മുടെ അവകാശങ്ങൾ തകർത്ത് ധരിപ്പണമാക്കുന്നത്. നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന പല അവകാശങ്ങൾ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഭരണഘടനാദത്തമായ അവകാശങ്ങളെയും അവർ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയാണ്. നാം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേവലമായ അർത്ഥത്തിലല്ല ജനാധിപത്യത്തെ നാം നോക്കിക്കാണുന്നത്, നാം ഉപയോഗിക്കുന്നത്. ഈ ജനാധിപത്യത്തെ നമുക്ക് അർത്ഥപൂർണ്ണമാക്കണമെങ്കിൽ വലിയ സമരങ്ങൾ നടത്തിയതുകൊണ്ട് ആ സമരങ്ങൾ നടക്കുന്ന ഇടം കേരളമാണ്. കാരണം അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നമുക്ക് ജനങ്ങളെ കൂട്ടിയിട്ടതുണ്ട്, അണിനിരത്തേണ്ടതുണ്ട്. കാരണം RSS വൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ നമുക്ക് പുനർനിർമ്മിക്കണമെങ്കിൽ ഇടതുപക്ഷത്തെ കൂടുതൽ കരുത്തോടുകൂടി ശക്തിയോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കേണ്ടതുണ്ട്. ലൈഫ് ഈസ് റൈറ്റ് എന്ന പേരിൽ കരുനാഗപ്പള്ളിയിലാണ് സംവാദം സംഘടിപ്പിച്ചത്. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് M ശിവശങ്കരപിള്ള അധ്യക്ഷത വഹിച്ചു. CPIM മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ആമുഖ പ്രഭാഷണം നടത്തി. LDF നേതാക്കളായ സൂസൻ കോടി, RS അനിൽ, A അനിരുദ്ധൻ, ജഗജ്ജീവൻ ലാലി, ദീപ ചന്ദ്രൻ, അഡ്വക്കേറ്റ് KP സജിനാഥ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.